മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റേതാണെന്നുള്ള പോലീസിന് വ്യക്തമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുകയാണ്. ബൈജു, എന്താണ് പോലീസ് പറയുന്നത്? നവമി, നെല്ലിക്കുന്ന് കടപ്പുറത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ തലയില്ലാത്ത ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതിലിപ്പോൾ ദുരൂഹത ഏറുകയാണ്. കാരണം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ അത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനെന്നാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. ഏതായാലും കേരളത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമല്ല ഇതെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കർണാടക ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലെത്തിയതാണെന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പോലീസ് കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആരെങ്കിലും ഇത്തരത്തിൽ കാണാതാവുക അല്ലെങ്കിൽ അസ്വാഭാവിക രീതിയിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മൃതദേഹത്തിന്റെ പ്രായം ഇതുവരെ പോലീസിന് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. നെല്ലിക്കുന്ന് കടപ്പുറത്താണ് ഇത്തരത്തിൽ തലയില്ലാത്ത മൃതദേഹം കരക്കടഞ്ഞത്. 1.5 മാസം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമായിരുന്നു ഇത്. അവിടെ ഉണ്ടായിരുന്ന ഈ ഹാർബറിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ആദ്യം ഇത്തരത്തിലൊരു മൃതദേഹം കാണുന്നത്. മൃതദേഹത്തിന്റെ കാലിലെ മാംസഭാഗങ്ങളെല്ലാം വേർപെട്ട നിലയിലായിരുന്നു. അതുപോലെ തന്നെ അസ്ഥികൾ പുറത്തേക്ക് തള്ളിയ നിലയിലുമായിരുന്നു. എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഇത്തരത്തിൽ തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് നവമി. ബൈജു, പോലീസിന്റെ അന്വേഷണം അതിൽ നേരത്തെ ഈ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ പോലീസിന് കാസർഗോഡ് പരിധിയിൽ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത്തരത്തിലുള്ള പോലീസിന്റെ അന്വേഷണം ഉണ്ടോ? ഒപ്പം ഇതെങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നു. അവർ എന്ത് തരത്തിലുള്ളൊരു വിവരമാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്? നവമി, തുടക്കത്തിൽ പോലീസിനൊരു സംശയമുണ്ടായത് അതാണ്. കാസർഗോഡ് ജില്ലയിലോ അതല്ല കേരളത്തിൽ മറ്റേ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഇങ്ങനെ മിസ്സിംഗ് ഉണ്ടോ എന്ന് സംബന്ധിച്ചായിരുന്നു അന്വേഷണം നടത്തി. പക്ഷേ ഇപ്പോൾ പോലീസിനിപ്പോൾ ഇത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായത് ഇത് നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഒരു മൃതദേഹമാണ്. അത് കേരളത്തിൽ നടത്തിയതല്ല എന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും ഇങ്ങനെ കാണാതായതോ അല്ലെങ്കിൽ ദുരൂഹത ഉള്ള മൃതദേഹമോ ആണ് എന്ന ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്താൻ സാധിക്കില്ല. പ്രധാനമായും കർണാടകയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു രീതിയിലാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മംഗളൂരു ഉൾപ്പെടെയുള്ള ഉടുപ്പി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക തരത്തിൽ ആരെങ്കിലും കാണാതായോ എന്ന സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അതല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടൽ തീരങ്ങളിലോ മറ്റോ കുഴിച്ചിട്ട മൃതദേഹം അത് ഏതെങ്കിലും തരത്തിൽ തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നടക്കമുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ അങ്ങനെ തല വേർപെട്ട രീതിയിൽ മൃതദേഹം വരാൻ സാധ്യത കുറവാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ മേഖലയിലെ അവർക്ക് പല പരിചയം അത്തരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതെല്ലാമാണ് ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൽ മുറിവേറ്റ നിലയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതിയിലാണ് ഇത് ഈ കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഇങ്ങനെ മൃതദേഹം ഇടയായതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, ഇത് മലയാളികളാവാനുള്ള സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. ഒരു പുരുഷന്റേതാണ്. പക്ഷേ 1.5 മാസത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് മൃതദേഹം ഉള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെങ്കിലും ഇങ്ങനെ സമീപിക്കുമോ, പോലീസിനെ സമീപിക്കുമോ കാണാതായത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എത്തുമോ എന്നതാണ് നോക്കേണ്ടത്. ഏതായാലും നിലവിൽ ഇതിൽ പോലീസിന് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. നവമി, കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.